അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അവതരിപ്പിക്കുകയും പാസാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അങ്ങനെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു പാർട്ടിയാണ് CPIM. പക്ഷേ ഇപ്പോൾ ED കുരുക്കുമുറുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിൽ മാത്രം CPIM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ED പറയുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് റിസർവ് ബാങ്കിനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു എന്നാണല്ലോ CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അങ്ങനെയൊരു വേട്ടയാടലിന്റെ ഭാഗമായി മാത്രം ഇതിനെ കാണാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ തകരാറൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാം. കോൺഗ്രസ് ഭരണകാലത്ത് BJP-യും സഖ്യകക്ഷികളും ഒക്കെ അവർക്കെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് DMK വിട്ടുമാറിയിട്ട് തൊട്ടടുത്ത ദിവസം DMK നേതാക്കളുടെ വീട്ടിലിങ്ങുണ്ടായി റെഡി ചെയ്തു. അന്ന് എൻഫോഴ്സ്മെന്റ് ഇത്ര ശക്തമായിട്ട് രംഗത്തില്ല. പിന്നീടാണ് മണി ലോണ്ടറിംഗ് ആക്ട് ഭേദഗതി ചെയ്തത്. എൻഫോഴ്സ്മെന്റിനെ ഒരു വളരെ ഫലപ്രദമായ രാഷ്ട്രീയ ഉപകരണമാക്കി പരിവർത്തനം ചെയ്തു. ഞാൻ അതിന്റെ ആ ന്യായാന്യായതകളിലേക്ക് പോകുന്നില്ല. നമ്മൾ കരുവന്നൂർ ബാങ്കിലേക്ക് വന്നാൽ അവിടെ വലിയ ധനാപകരണം നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം. കേരള സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് 103 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ്. മറ്റ് തൽപര കക്ഷികൾ പറയുന്ന 300 കോടിയിലധികമാണ്. ഏതായാലും 100 കോടിക്കും 300 കോടിക്കിടക്ക് തട്ടിപ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അല്ല, ഇനി അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിച്ചാലും തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. മാത്രവുമല്ല, ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കാരണം പാർട്ടിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. പാർട്ടിയുടെ ചെറിയ നേതാക്കൾക്കും വലിയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് അവിടുത്തെ തട്ടിപ്പ്. അതിന്റെ ആഴം എത്രയാണ്, പരപ്പ് എത്രയാണെന്ന് നമുക്കറിയില്ല. പാർട്ടി ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത, പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ വരെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന്, രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റുകാർ വരുമ്പോൾ കേന്ദ്ര ഏജൻസി വരുന്നത് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് എന്നൊന്നും പറയുന്നതിൽ കഥയില്ല. കാരണം അതിന് വഴി തെളിച്ചു കൊടുത്തത് ഇവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, ഇത്ര വലിയൊരു അഴിമതി നടന്നാലും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, ഇപ്പോഴല്ല 3-4 മാസം മുമ്പ് തൃശ്ശൂര് പലതവണ ഇവര് ഈ ജനകീയ മാർച്ചും വലിയ പൊതുസമ്മേളനമൊക്കെ നടത്തി കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയതും പോരാ, അതിനു പുറമെ ആളുകളെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു പരിഹാസ്യമായ നിലപാടാണ്. ഇനിയിപ്പോ എൻഫോഴ്സ്മെന്റുകാർ എന്ന് വരും, ആരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകുന്ന നമുക്കറിയില്ല. അതിൽ അല്പസമയം മുമ്പ് VT ബൽറാം ന്യൂസ് 18നോട് പ്രതികരിച്ചപ്പോൾ ഉന്നയിച്ചൊരു സംശയം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇടപെടുന്ന സമയമുണ്ടല്ലോ, അതിൽ സംശയമുണ്ട് എന്നാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ED ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജനുവരി 16-നാണ് റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുള്ളത്. ആ വാർത്ത പുറത്തേക്ക് വരാൻ വൈകിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോഴാണ്. അല്ല, എൻഫോഴ്സ്മെന്റുകാർ ഇത്രാം തീയതിക്ക് ശേഷമേ നടപടി എടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനങ്ങനെ പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അടക്കം ഇതിന്റെ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കരുവന്നൂർ കേസിൽ വളരെ ടൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ചുരുങ്ങിയ പക്ഷെ അവര് മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക, അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രചരണങ്ങളിൽ നിന്നെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ CPM കാണിക്കേണ്ടായിരുന്നു. അതിന് വരെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതൊക്കെ ഈ കളങ്കിതരായ നേതാക്കളാണ്. അപ്പൊ അതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം മനസ്സിലാക്കാതെ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ പാർട്ടിയും ആ കാര്യം കൊണ്ടൊരു തിരിച്ചടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൃത്യമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും ഇത്തരം കേന്ദ്ര ഏജൻസികൾ എന്ന് പ്രതീക്ഷിക്കാമോ? കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ രാജ്യവ്യാപകമായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ, പണ്ടൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവർ സ്വതന്ത്രരാണ് എന്നാണ്. അങ്ങനെ സ്വതന്ത്രമായാണ് നീങ്ങുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അങ്ങനെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധകരും ഭക്തന്മാരും പോലും വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ഈ എൻഫോഴ്സ്മെന്റിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ നടപടി ഉണ്ടാവില്ല അല്ലല്ലോ. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അത് വലിയ ഒരു തട്ടിപ്പാണ്.
വലിയ കുംഭകോണം അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ബാങ്കിൽ പണം ഇട്ടിട്ട് ചികിത്സയ്ക്ക് കാശ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ തൃശ്ശൂരും പരിസര പ്രദേശത്തും ഉണ്ട്. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ പാർട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തട്ടെ. ഈ ബാങ്കിൽ പണം ഇട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യട്ടെ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തിയിട്ടാണെങ്കിലും ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സിദ്ധാന്തം പറയട്ടെ. സിദ്ധാന്തമൊക്കെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ അവിടെ പണം ഇട്ട് കുടുങ്ങിപ്പോയ ആൾക്കാരില്ലേ, അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ. അതിന് പാർട്ടിക്ക് എന്താ നടപടിയുള്ളത്? 103 കോടിയുടെ നഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആ നഷ്ടം നേരത്താൽ എന്ത് നടപടിയാണ് CPM എടുത്തത്? അതിന് നടപടി എടുക്കണം. അതിന് ശേഷം കേന്ദ്ര ഏജൻസികളെ കുറ്റം പറയുമോ? നമുക്ക് രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്യാം, എന്തുവേണം ചെയ്യാം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.